ഹാവൂ, അച്ഛൻ വന്നില്ല അല്ലേ? എന്താ ചേച്ചി, മേഡം ശരിക്കും കൊടുത്തോ ആ വിലാസിനിക്ക്? എന്നൊന്നും പറയാൻ പറ്റില്ല. മാഡം അല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്ന് ശിക്ഷിച്ചാലും നേരെ ആവാത്ത ജന്മം അവരുടേത്. ഒപ്പം കൂട്ടിനാ പ്രിയങ്കയും. ഇപ്പോഴും ശരീരത്തിന്റെ വേദന മാറിയിട്ടില്ല. ഇത് വൈദ്യശാലയിൽ പോയി എണ്ണത്തോണിയിൽ കിടക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണേ. അവര് രണ്ടുപേരും മനുഷ്യരല്ല, പിശാചുക്കളാണെന്ന് എനിക്കിപ്പോ തോന്നണേ. കറക്റ്റ്. ഞാൻ വലിയ കുഞ്ഞുമായിട്ട് അപ്പോഴവിടെ എത്തിയില്ലായിരുന്നെങ്കിലേ ആ പൂതനുമാരെന്റെ ചേച്ചിയെ കൊന്നേനെ. നോക്കിക്കോ, ഞാൻ കരുതി വച്ചിട്ടുണ്ട് രണ്ടെണ്ണത്തിനും. ഇരുട്ടത്തെ സൗകര്യത്തിന് കിട്ടിയാ ഞാൻ 2 കല്ലെങ്കിലും എടുത്തത് ഉറപ്പാ. ദേ, നീ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഇതിപ്പോ എന്ത് നടന്നോ അത് നടന്നു കഴിഞ്ഞു. അച്ഛൻ പോലും അറിയരുതെന്ന് കരുതിയിട്ടാ നിന്നോട് തൃച്ചംബരത്ത് പോലും വരണ്ട ഇവിടെ വന്നിരിക്കാൻ ഞാൻ പറഞ്ഞത്. ഭാഗ്യത്തിനാ അച്ഛൻ എയർപോർട്ടിൽ ഓട്ടം പോയിട്ട് ഇതുവരെ വരാത്തത്. എന്താ ചേച്ചി, അച്ഛൻ അറിഞ്ഞ? അവര് ചേച്ചിയെ കൊല്ലാൻ നോക്കിയതാ, അത് മറക്കണ്ട. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ അച്ഛനോട് പറഞ്ഞ ആദ്യം ചോദിക്കാൻ പോകുന്നത് ഞാൻ എന്തിനാ അവിടെ പോയെന്നായിരിക്കും. പിന്നെ അതിന്റെ ഉത്തരവൊക്കെ പറയാൻ തുടങ്ങിയ ആകെ മെനക്കേടാ. അച്ഛൻ അറിയായിരുന്നു ചേച്ചി എന്ന് പൂജയ്ക്ക് പോണ കാര്യം. പക്ഷേ പ്രശ്നം അതല്ല, അവര് ചേച്ചിയെ എന്തിനാക്രമിച്ചു എന്നാ. എന്താ ചേച്ചി അവരങ്ങനെ ചെയ്തത്? അതവർക്ക് വട്ട്. അതല്ലാതെ പിന്നെ എന്താ? നീ വന്നേ, നമുക്ക് വല്ലതും കഴിക്കാം. ചൂട് കാപ്പി ഉണ്ടാക്കി തരാം ഞാൻ. ഇത് വട്ടും ഭ്രാന്തൊന്നും അല്ല. ഏതോ വലിയ ആഗ്രഹങ്ങൾ സാധിക്കാനേ ചേച്ചി ദൈവത്തിന് സോപ്പിടാൻ പോയതല്ലേ. എന്താ ചേച്ചി, വല്ലതും നടക്കുവോ കാര്യങ്ങള്? നീ പോടാ, അവന്റെ ഒരു കണ്ടുപിടുത്തം കണ്ടില്ലേ? ഒരു പോക്ക് കണ്ടില്ലേ? എനിക്കൊന്നും അറിഞ്ഞുകൂടാത്ത പോലെ. എന്റെ ദൈവമേ, എന്റെ പാവം ചേച്ചി അനുഭവിക്കുന്ന കഷ്ടപ്പാട് കണ്ടല്ലോ. എല്ലാം ഒരേ ഒരു ആഗ്രഹത്തിനാ. നീ വേണം അത് സാധിച്ചു കൊടുക്കാൻ, പ്ലീസ്. ഹലോ. ആ കല്യാണി, വലിയ എനിക്കൊരു ചായ വേണം. ശരി, ഇപ്പൊ കൊണ്ടുവരാം. കണ്ടില്ലേ, ഇന്നലെ ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ അവള് നിൽക്കുന്നത്.
ഞാൻ ആദ്യമേ പറഞ്ഞില്ല ആന്റി, ഇവള് പഠിച്ച കള്ളിയാണെന്ന്. നമ്പർ 1 ഫ്രോഡാ ഇവള്. കറക്റ്റ്. പക്ഷേ ഇവളൊരു സാധാരണക്കാരി ആയിരുന്നെങ്കിൽ ഇപ്പൊ ഉണ്ടായ ഈ പ്രശ്നങ്ങൾക്ക് ജോലിയും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ടെന്ന് പറഞ്ഞ് എടുത്തെറിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പോയേനെ. ഇതേ ഇവൾക്ക് വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട്. അതാ വീണ്ടും വീണ്ടും ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. ശരി, നീ വാ നോക്കാം. ആർക്കടി ഈ ചായ? അത് വല്യുഞ്ഞിന്. ഓ, ആനന്ദിനുള്ള സ്പെഷ്യൽ ചായ ആണല്ലേ? അതാ നല്ല മണം. നീ ആനന്ദിനെ ഇത്രയ്ക്കങ്ങ് മയക്കെടുക്കാൻ എന്ത് വിദ്യയാടി പ്രയോഗിക്കുന്നേ? ഈ ചായ കൊടുക്കല് വല്ല കൂടോത്രം ചെയ്യുന്നുണ്ടോ? അത് ആനന്ദ് തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇവളുടെ ഈ കണ്ണുകളാണ് ആനന്ദിനെ മയക്കിയതെന്ന്. ഞാൻ പറയുന്നത് ചൂഴ്ന്നെടുക്കണ ഈ കണ്ണുകളെന്നാ. ആണിനെ മയക്കുന്ന കണ്ണുകളാ ഇത്. മാഡം വേണ്ട, വീണ്ടും വീണ്ടും എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണേ? കഷ്ടാണിത്. നിന്നെ ഉപദ്രവിച്ച നീ എന്താടി അഖിലാന്റിയോട് പറഞ്ഞു കൊടുക്കോ? ഞങ്ങളെ ഇവിടുന്ന് പുറത്താക്കാനാണോ ഉദ്ദേശം? ആ ഉദ്ദേശമൊക്കെ നടന്നത് തന്നെ. നമ്മൾ പുറത്തു പോയിട്ട് ഇവള് ഈ വീട്ടിൽ കുറെ വാഴും. പ്ലീസ് മാഡം, ഞാൻ എന്റെ ജോലി ചെയ്തോട്ടെ. വല്യുഞ്ഞിപ്പൊ ചായക്ക് കാത്തിരിക്കോ? കണ്ടില്ലേ പ്രിയങ്കെ, ഇവക്ക് എപ്പോഴും വലിയ കുഞ്ഞെന്നൊരു വിചാരേ ഉള്ളൂ. ഇന്നലെ രാത്രിയില് നിന്റെ രക്ഷകനായിട്ട് ആനന്ദ് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് വെള്ള പുതപ്പിച്ച് കിടത്തിയനെ നിന്നെ. അല്ല, അന്നൊരിക്കൽ ഞാൻ ചോദിച്ച എനിക്ക് വേണ്ടി ഈ കണ്ണുകൾ തരാന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ എനിക്കത് വേണം. ഇത് ഞാനങ്ങ് ചൂഴ്ന്നെടുക്കാൻ പോവാ. മാഡം മാഡം വേണ്ട, മാഡം വേണ്ട, മാഡം മാഡം വിട്. മാഡം എന്താ ഈ കാണിക്കണേ? മാഡം കൈ മാറ്റടി. മാഡം മാഡം വേണ്ട, മാഡം എന്തൊക്കെ ഈ കാണിക്കണേ? മാഡം മാഡം വിടട്ടെ. പ്രിയങ്കേ, ചൂഴ്ന്നെടുക്കലൊക്കെ മെനക്കേടാ. ദേ, ഈ മുളക് പൊടിയെടുത്ത് ഇവളുടെ കണ്ണിലോട്ട് ഇട്ടു കൊടുക്ക്, അഴകൊന്ന് കൂടട്ടെ. സൂപ്പർ ഐഡിയ ആന്റി. വേണ്ട മാഡം, എന്റെ കണ്ണുകൾ പൊട്ടിപ്പോ. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, ഞാനൊരു പാവാ. പ്ലീസ് കണ്ണീന്ന് കൈ എടുക്കടി. വേണ്ട മാഡം, കൈ എടുക്ക. വേണ്ട മാഡം, വേണ്ട പ്ലീസ്, എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. കണ്ണിലേക്ക് പിന്നെ ഞാൻ മരിച്ചതുപോലെയാ. പ്ലീസ് മാഡം, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്. ഇതെന്താ പറ്റിയേ? കണ്ണു തുടിക്കുന്നല്ലോ. പെട്ടെന്നെന്താ ഇങ്ങനെ? ദൈവമേ, എന്നെ കണ്ണെറിയുന്നു. അമ്മേ, എന്നെ കണ്ണെറിയുന്നു. എരിയട്ടടി. എരിഞ്ഞെരിഞ്ഞ് പൊട്ടണം ആ കണ്ണുകൾ. എന്നാലേ എനിക്ക് സമാധാനം വരും.
മാറുന്നില്ലല്ലോ. ഇനി കല്യാണിയുടെ കണ്ണുകൾ നോക്കിയാൽ ഈ തുടിപ്പ് തീരൂ. ദേ, ഇനിയും നീ വലിയ കുഞ്ഞെന്നും പറഞ്ഞ് ആനന്ദിന്റെ പിന്നാലെ നടന്ന കണ്ണിൽ വീഴാൻ പോകുന്നത് മുളക് പൊടി ആയിരിക്കില്ല, ആസിഡ് ആയിരിക്കും, ആസിഡ്. ഓർമ്മിച്ച് വെച്ചോ നീ. വാ പ്രിയങ്കേ. അയ്യോ ആന്റി, ചതിച്ചു. ആനന്ദ് ഇങ്ങോട്ട് വരുന്നെന്നാ തോന്നുന്നത്. ഇനി എന്ത് ചെയ്യും നമ്മള്? ഇതെങ്ങാനും ആനന്ദ് അറിഞ്ഞോ? ഒരു സെക്കൻഡ്, നീ ഇവിടെ നിൽക്ക്. ദേ, ആനന്ദ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ നടന്നതെങ്ങാനും അവനോട് പറഞ്ഞാലുണ്ടല്ലോ, കൊന്നുകളയും നിന്നെ ഞങ്ങള്. ആ വാ. കല്യാണി, ചായ അല്ലേ റെഡിയായിക്കൊണ്ടിരിക്കാവല്ലോ ഞാൻ ഇപ്പൊ തരാം. ചായ അല്ല, വേറൊരു കാര്യമുണ്ട്. നീ ഇങ്ങോട്ട് നോക്ക്. ആ, നോക്കാൻ പറഞ്ഞില്ലേ? തിരി കല്യാണി. ഏയ്, മുഖത്ത് കണ്ണിലൊക്കെ എന്തു പറ്റി? അത് തേയിലെടുത്തപ്പോ മുളക് പൊടി തട്ടി വീണതാ. ശരി, കണ്ണ് നോക്കട്ടെ, ഞാൻ ഊതി തരാം. അയ്യോ വേണ്ട വേണ്ട വല്യൂഞ്ഞെ, കഴുകിയാ പോയിക്കോളൂ. വെള്ളം ഒഴിക്കുമ്പോ എരിച്ചിൽ കൂടെ ഉള്ളൂ. ഞാൻ ഊതി തരാന്ന് പറഞ്ഞില്ലേ? ഇവൻ എന്താ ഈ കാണിക്കുന്നേ? വൃത്തികെട്ടവൻ. ചേച്ചി ഇതെങ്ങാനും കാണണമായിരുന്നു. മതി വല്യൂഞ്ഞെ. മാറിയോ? വല്യൂഞ്ഞെ പോയിക്കോളൂ, ഞാൻ ചായ കൊണ്ടുവരാം. സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. താങ്ക്സ്. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി. ഇന്നിവിടെ ഞാൻ കണ്ടതിന് നീ അനുഭവിക്കും, അനുഭവിപ്പിക്കും ഞാൻ.
കല്യാണി കല്യാണി മാഡം, സമയം എത്രയായെന്നറിയോ? ഈ സമയത്തൊരു കാപ്പി കുടിക്കുന്ന പതിവുണ്ട് എനിക്ക്. സോറി മാഡം, ഇപ്പൊ കൊണ്ടുവരാം. എന്ത് സോറി? നേരത്തെ നോക്കിയപ്പോ മുറിയിലെ ജഗ്ഗില് വെള്ളം തീർന്നതും നീ അറിഞ്ഞിട്ടില്ല. നിനക്കിതൊന്നും സാധാരണ സംഭവിക്കാറുള്ളതല്ലല്ലോ. ഇന്നിപ്പോ എന്താ പറ്റിയത്? അതോ നീ ഈ ലോകത്തൊന്നും അല്ലേ? ക്ഷമിക്കണം മാഡം, അത് പിന്നെ ഞാൻ... മതി മതി, ആദ്യം കോഫി എടുത്തുണ്ടോ. ശരി മാഡം. ആന്റി, ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. പർച്ചേസിംഗ് ഓർഡർ കൊടുത്തു അല്ലേ? ജ്വല്ലറി തന്നെ വിളിച്ചിരുന്നു നിങ്ങൾ ചെന്ന കാര്യം പറഞ്ഞു. അതെ ആന്റി, ഗോൾഡ് കുറച്ച് ഓർഡർ കൊടുത്തോളൂ. ഡയമണ്ട് ആണ് കൂടുതൽ സ്റ്റൈൽ എന്ന് തോന്നി. ഗോൾഡ് ആണെങ്കിലും ഡയമണ്ട് ആണെങ്കിലും ആർഭാടം കുറച്ചു മതി എന്നാ എന്റെ അഭിപ്രായം. അങ്ങനൊന്നും നോക്കണ്ട. നിനക്കിഷ്ടമുള്ളത് നീ എടുക്ക്, അത്ര തന്നെ. അതെ, ഇനിയിപ്പോ തുണിത്തരങ്ങൾ സെലക്ട് ചെയ്യാനും നിങ്ങൾ തന്നെ പോയാ മതി. ഞാൻ അല്പം ബിസിയാ. ഇളയച്ചൻ തറവാട്ടിലെത്തിയിട്ടുണ്ട്, ഒന്ന് കാണണം. പിന്നെ 2-3 കല്യാണം വിളിക്കാനും ഉണ്ട്. ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞാൽ കൃഷ്ണേട്ടനിപ്പോ വിളിക്കും. ഇനി സമയം അധികം ഇല്ലല്ലോ. അതെ അതെ, പറഞ്ഞു പറഞ്ഞ് കല്യാണം ഇങ്ങ് എത്തി. ആഹാ. മാഡം, കോഫി. ആ, ഇവർക്ക് കോഫി കൊടുത്തില്ലല്ലോ. ഇപ്പൊ കൊടുക്കാം മാഡം. കല്യാണി നിക്ക്. തിരിഞ്ഞു നിൽക്കാൻ. എന്താ നിന്റെ കഴുത്തിൽ ആ മഞ്ഞച്ചരട്? എന്താ നിന്റെ കഴുത്തിൽ ആ മഞ്ഞച്ചരട്? അത് അമ്പലത്തിൽ നിന്ന് ജപിച്ചു കിട്ടിയ ചരടാ മാഡം. അമ്പലത്തിൽ നിന്ന് ജപിച്ചു കെട്ടിയതാണെങ്കിൽ അതെന്തിനാ ബ്ലൗസിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പുറത്തെടുത്ത് കാണിക്ക്, നോക്കട്ടെ. എന്താടി ചേച്ചി ചോദിച്ചത് കേട്ടില്ലേ? ആ ചരട് പുറത്തേക്ക് എടുക്ക്. എന്താടി മുഖത്തൊരു കള്ള ലക്ഷണം? ജപിച്ച ചരട് പുറത്തെടുത്ത് കാണിക്കാൻ നീ എന്തിനാ ഇങ്ങനെ മടിക്കുന്നത്? പുറത്തെടുത്ത് കാണിക്കേ. നിന്റെ മുഖം കണ്ടാൽ എന്തോ മറച്ചു വെക്കുന്നത് പോലെ ഉണ്ടല്ലോ. പറഞ്ഞു നിനക്ക് കേൾക്കാൻ വയ്യേ? മര്യാദയ്ക്ക് പുറത്തേക്ക് എടുക്കടി. വേണ്ട മാഡം, മാഡം പ്ലീസ്. പ്ലീസോ? അല്ല, നിനക്കെന്താ ഇത്ര വെപ്രാളം? ഇത് അമ്പലത്തിൽ ജപിച്ചു കിട്ടിയ മന്ത്രച്ചരടല്ലേ? അല്ലാതെ ആരെങ്കിലും കെട്ടിയ താലിച്ചരടൊന്നും അല്ലല്ലോ. പുറത്തേക്ക് എടുക്കടി. നോക്കട്ടെന്ന് പറഞ്ഞില്ലേ? ആഹാ, നീ ഇത് ഒളിപ്പിച്ചു വെച്ചേക്ക. ഇങ്ങോട്ട് കാണിക്കടി. എന്താടി? നോക്കട്ടെ കാണിക്കും പറഞ്ഞ